സോ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ അത് ഈ ഡയഗ്രാം വെച്ച് തന്നെ ഫുള്ളായിട്ട് പറയാൻ പറ്റും. സോ ഓ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിള് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഞാൻ ഒരു കല്ലെടുത്ത് എറിയുകയാണ്. സോ ഒരു കല്ല് ആ ഓ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാനൊരു സ്റ്റോൺ എടുത്ത് മുകളിലോട്ട് എറിയുമ്പോൾ ആ സ്റ്റോൺ പോകുന്ന ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദ പോയിന്റ് വേർ ദി സ്റ്റോൺ ഹാസ് ബീൻ പ്രൊജക്റ്റഡ്, അതായത് അതിനെയാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ സ്റ്റോണിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്തേക്കുവാണ്. പ്രൊജക്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ എറിയുമ്പോൾ അതിൻ്റെ ആ ട്രാവൽ ചെയ്യുന്ന ഇത് കണ്ടോ, അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, അത് പോകുന്നുണ്ടോ? സ്റ്റോൺ ഞാൻ ഇവിടെ നിന്ന് താഴെ നിന്ന് എറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എറിയുകയാണെങ്കിൽ അതിങ്ങനെ പോയിട്ട് നേരെ വന്ന് ഗ്രൗണ്ടിലോട്ട് വീഴും. ഇതാണ് ഗ്രൗണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഈ പോയിന്റ്. ഞാൻ അവിടെ നിന്ന് ഒരു സ്റ്റോണിനെ എടുത്ത് എറിയാം, ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ അത് മുകളിൽ പോയിട്ട് നേരെ താഴോട്ട് ഗ്രൗണ്ടിലോട്ട് വന്ന് വീഴുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ. ആദ്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊജക്ടൈൽ. എ പാർട്ടിക്കിൾ വിച്ച് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദി സ്പേസ് അറ്റ് ആൻ ആംഗിൾ ആൽഫ. അതായത് ഒരു പാർട്ടിക്കിളിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഒരു സ്റ്റോണിനെ എടുത്ത് എറിയാൻ നേരത്ത് അതിങ്ങനെ പ്രൊജക്റ്റഡ് ആയി പോവുകയാണ്, അത് മുകളിലോട്ട് പോവുകയാണ്. ദ പാർട്ടിക്കിൾ വിച്ച് ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ആൽഫ ടു ദി ഹൊറിസോണ്ടൽ ഇൻ ടു സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ട്, അല്ലെങ്കിൽ ആകാശത്തിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ മുകളിലോട്ട് എറിയുന്നതിനെയാണ് സ്പേസ് എന്ന് പറയുന്നത്. ടു ദി ഹൊറിസോണ്ടൽ, അതിനെയാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി ആ പാർട്ടിക്കിള് പോകുന്ന ആ പാത്ത് കണ്ട, പാത്ത് ട്രാവൽഡ് ബൈ ദി പാർട്ടിക്കിൾ ഇങ്ങനെയാണ് പോകുന്നത്. കണ്ട, ഈ ഒരു പാത്തിനെ പറയുന്നതാണ് ട്രജക്ടറി എന്ന് പറയും. ദ പാത്ത് ഫോളോഡ് ബൈ ദി പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ദ പാത്ത് ട്രേസ്ഡ് ബൈ ദി പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ദ പാത്ത് ട്രാവൽഡ് ബൈ ദി പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് ട്രജക്ടറി. ഓക്കെ, ഇനി ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദി സ്പേസ്. ഈ ഒരു വെലോസിറ്റി, എത്ര സ്പീഡിൽ, എത്ര പവർ കൊടുത്തപ്പോൾ, എത്ര സ്പീഡിലാണ് ഞാൻ ആ പാർട്ടിക്കിളിനെ സ്പേസിലോട്ട് എറിഞ്ഞത് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ചെയ്തത്, ആ വെലോസിറ്റിനെ പറയുന്നതാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയും. ആൻഡ് ദ ആംഗിൾ ടു ദി ഹൊറിസോണ്ടൽ വിത്ത് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ്. ഈ ആൽഫ എന്ന് പറയുന്ന ഈ ആംഗിൾ, എത്ര ആംഗിളിലാണോ ഹൊറിസോണ്ടലിൽ നിന്ന് ഞാൻ ആ പാർട്ടിക്കിളിനെ എടുത്ത് എറിഞ്ഞപ്പോൾ കിട്ടിയ ആംഗിൾ, ആ ഹൊറിസോണ്ടൽ പോയിന്റ്, അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടലി ആ പാർട്ടിക്കിൾ എത്ര ആംഗിളിലാണോ ട്രാവൽ ചെയ്തത്, മുകളിലോട്ട് പോയത്, അല്ലെങ്കിൽ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദി സ്പേസ്, ആ ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. സോ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വെലോസിറ്റി വിത്ത് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദി സ്പേസ്, ആൻഡ് ദി ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ദാറ്റ് ഈസ് ആംഗിൾ അറ്റ് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദി സ്പേസ്. That is the angle with which the horizontal at which the particle is projected into the space is called angle of projection. So ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ടൈം എന്താണെന്നുള്ളത്, ഇതിനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ദ ടൈം ഡ്യൂറിങ് വിച്ച് ദ പ്രൊജക്ടൈൽ ഈസ് ഇൻ മോഷൻ. ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഗ്രൗണ്ടിലോട്ട് എത്താൻ എടുത്ത സമയത്തിനെ ആണ് ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റർവൽ ഓഫ് ടൈം സിൻസ് ദി പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് ആൻഡ് ഹിറ്റ്സ് ദി ഗ്രൗണ്ട്. ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഞാൻ എറിയുകയാണ്. സോ ഈ കല്ല് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ഗ്രൗണ്ടിൽ എത്താൻ എടുത്ത സമയം, അതിനാണ് ടൈം ഓഫ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ടൈം ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്. ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇതാണ് പോയിന്റ്, ഇവിടെ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്തത്. സോ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഇത് മുതൽ ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടു ദി പോയിന്റ് അറ്റ് വിച്ച് ദ സ്റ്റോൺ അല്ലെങ്കിൽ ദ പ്രൊജക്ടൈൽ റീച്ചസ് ദി ഗ്രൗണ്ട്. ഈ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഇവിടെ നിന്നാണ്. ഈ പോയിന്റ് മുതൽ ആ സാധനം, ആ സ്റ്റോൺ, ഈ പോയിന്റിൽ നിന്നാണ് ആ സ്റ്റോൺ എറിഞ്ഞെങ്കിൽ ഈ പോയിന്റ് മുതൽ ആ സ്റ്റോൺ ഗ്രൗണ്ടിൽ തിരിച്ച് വീഴുന്ന ആ പോയിന്റ്, അത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പോയിന്റ് ഫ്രം വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ്, അല്ലെങ്കിൽ ദ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് ടു ദി പോയിന്റ് വേർ, ഏതാണ് ഈ ഓ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ വരച്ചു കഴിഞ്ഞാൽ അത് ഈ ട്രജക്ടറി ആയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇത്. ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ, ദാറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ആൻഡ് ദ പോയിന്റ് വേർ ദി
horizontal of the particle meets the trajectory. Trajectory എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പാത്ത് ട്രേസ്ഡ് ബൈ ദി പാർട്ടിക്കിൾ. അതിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. സോ ആ പോയിന്റ് ഇതിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഈ പോയിന്റ് എങ്ങനെ കിട്ടും? ഈ പോയിന്റ്, അതായത് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് കല്ലിനെ എറിയുന്നതെങ്കിൽ ആ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നൊരു ഹൊറിസോണ്ടൽ വരയ്ക്കുമ്പോൾ ഈ ട്രജക്ടറിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ഇത്. ആ പോയിന്റും ഈ O എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. O is the point of projection. Use the velocity with which the particle is projected. Alpha is the angle of projection, angle with which the particle is projected. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഗ്രൗണ്ടിൽ പാർട്ടിക്കിൾ എത്തുന്ന പോയിന്റ് മുതൽ ആ പാർട്ടിക്കിൾ എറിയുന്ന പോയിന്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയാം. ഓക്കെ.